അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 ബുധനാഴ്ച. ഓപ്പറേഷൻ തൂഫാന് പിന്നാലെ അഴിമതിക്കെതിരെ വിജിലൻസ് വിസിൽ പദ്ധതിയുമായി ആഭ്യന്തര വകുപ്പ്. അഴിമതി കണ്ടാൽ ആർക്കും 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചറിയിക്കാം. ആദ്യ വിസിൽ കമാൻഡോയായി ചലച്ചിത്ര താരം നിവിൻ പോളി അണിചേരും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, വയനാട്, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ട്രക്കിംഗ്, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റേണ്ടതുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാനിൽ കൊച്ചി നഗരത്തിൽ നിന്നും പിടികൂടിയ ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു. മേയറും കമ്മീഷണറും സാക്ഷിയായി 7.5 കോടിയുടെ ലഹരി വസ്തുക്കളാണ് കൂട്ടിയിട്ട് കത്തിച്ചത്. കഞ്ചാവ്, MDMA, നെട്രാസെപ്പാം ഗുളികകൾ അടക്കം കഴിഞ്ഞ 1 വർഷമായി കൊച്ചി സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളാണ് ബ്രഹ്മപുരത്ത് ഇൻസിനേറ്ററിന്റെ സഹായത്തോടെ കത്തിച്ച് നശിപ്പിച്ചത്. ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ആശ്വാസമായി കേരള ബ്രാൻഡ് പദ്ധതിയുടെ നിബന്ധനകൾ സർക്കാർ ലളിതമാക്കി. BIS സർട്ടിഫിക്കേഷൻ പോലുള്ള കർശന വ്യവസ്ഥകൾ ഒഴിവാക്കിയത് 11 തരം ഉൽപ്പന്നങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഗുണകരമാകും. ഈ മാറ്റങ്ങൾ നാടൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ ഇടം നേടാൻ സഹായിക്കും. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രസംഗം മുഴുവൻ കേൾക്കാത്തത് കൊണ്ടുണ്ടായ വിവാദമാണിതെന്നും അദ്ദേഹം വിശദീകരിച്ചു. അമ്മ മരിച്ചിട്ട് 27 വർഷമായെന്നും ഇന്നും ആ രുചി നാവിലുണ്ടെന്നും അത്തരം രുചികൾ മക്കൾക്ക് പകർന്നു കൊടുക്കണമെന്നുമാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരിലെ വിവിധ പദവികളിലേക്ക് തന്റെ പേര് ബന്ധപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ഒരുവിധ ഔദ്യോഗിക സ്ഥാപനങ്ങളും സ്വീകരിക്കില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. S. ശ്രീജിത്തിനെ DGP ആക്കണമെന്ന് ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 60 ദിവസം ജയിലിൽ കിടന്നിട്ടും ജാമ്യം ലഭിക്കാത്തതിന് പിന്നാലെ CPM പ്രവർത്തകരായ പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയിലേക്ക്. 7 പ്രതികളാണ് ജാമ്യം തേടി ഹർജി നൽകിയത്. ഹൈക്കോടതിയിലെ മുതിർന്ന ക്രിമിനൽ അഭിഭാഷകരുടെ നിരയെയാണ് വാദത്തിനായി പാർട്ടി ഇറക്കുന്നത്. എന്നാൽ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിനെ അടക്കം എത്തിച്ച് ജാമ്യഹർജിയെ ശക്തമായി എതിർക്കാനാണ് EDയുടെ നീക്കം. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ CJP പ്രതിഷേധത്തിനെതിരെ നടത്തിയ അശ്ലീല അധിക്ഷേപ പരാമർശത്തിൽ TG മോഹൻദാസിനെതിരെ കേസെടുത്തു. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മോഹൻദാസിനെതിരെ കേസ് വൈകുന്നത് വിവാദമായിരുന്നു. ക്യാൻസർ രോഗികൾക്കായി KSRTC നടപ്പിലാക്കി വരുന്ന സൗജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കിയെന്ന വാർത്തകൾ അധികൃതർ നിഷേധിച്ചു. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാരണം കാർഡ് വിതരണത്തിൽ ചെറിയ കാലതാമസം മാത്രമാണ് ഉണ്ടായതെന്നും നിലവിൽ വാലിഡിറ്റിയുള്ള കാർഡുകൾ ഉപയോഗിച്ച് യാത്ര തുടരാമെന്നും KSRTC വ്യക്തമാക്കി. പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായ T. പുരുഷോത്തമന്റെ ഷെഡ് കത്തിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് കത്ത്. തീയിടലിന് പിന്നിൽ മുൻ MLA TA മധുസൂദനനെന്നാണ് പുരുഷോത്തമന്റെ ആരോപണം. മധുസൂദനനെതിരെ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പുരുഷോത്തമൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഈ ഓണം കളറാവട്ടെ.
കൊറിയർ സർവീസ് താൽക്കാലികമായി നിർത്തി KSRTC. സേവനം മതിയാക്കാൻ സ്വകാര്യ ഏജൻസിക്ക് KSRTC നോട്ടീസ് നൽകി. കൊറിയർ ബുക്ക് ചെയ്യുന്നത് നിർത്തിവെച്ചു. സർവീസ് മോശമെന്ന് വ്യാപക പരാതി ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. കുറ്റിപ്പുറത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ബസ് സഞ്ചരിച്ചത് ഇരട്ടി വേഗത്തിലെന്ന് കണ്ടെത്തൽ. 100 കിലോമീറ്റർ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചത്. വേഗത്തിൽ സഞ്ചരിച്ച ബസ് വളവ് തിരിയാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ടു. അക്വാപ്ലെയിനിങ്ങും അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്നുമാണ് കണ്ടെത്തൽ. മല്ലപ്പള്ളിയിലെ 2 മാർത്തോമ പള്ളി സെമിത്തേരികളിൽ നിന്ന് കല്ലറകളിലെ ഗ്രാനൈറ്റ് സ്ലാബ് മോഷണം പോയതിനെ തുടർന്നുള്ള കേസന്വേഷണം കല്ലറ നിർമ്മാണ തൊഴിലാളികളിലേക്ക് നീങ്ങുന്നു. കല്ലറ നിർമ്മാണം കോൺട്രാക്ട് എടുത്ത് നടത്തുന്നവരാകാം ഗ്രാനൈറ്റ് കടത്തിക്കൊണ്ടു പോയതെന്നാണ് നിഗമനം. കുരിച്ചു കൊത്തിവെച്ച ഗ്രാനൈറ്റ് മറ്റാരും കൊണ്ടുപോകാൻ സാധ്യതയില്ലെന്നും പോലീസിന്റെ വിലയിരുത്തൽ. ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കുന്നതിനായി CPM പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചുവെന്നും ഇതിന്റെ സംസ്ഥാനതല ചുമതല തനിക്കാണെന്നുമുള്ള മാധ്യമ വാർത്തകൾ തള്ളി CPM നേതാവ് P. ജയരാജൻ. പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വസ്തുതാവിരുദ്ധവും നുണ നിർമ്മിതികളുടെ പാരമ്പര്യവും തുടരുന്നതിന്റെ ഭാഗവുമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ സൈബർ ഇടമായി ടെലഗ്രാം എന്ന് കണ്ടെത്തൽ. ഡീപ് ഫേക്ക് നഗ്നചിത്രങ്ങൾ നിർമ്മിക്കുന്ന ബോട്ടുകൾ ഇവിടെ സജീവമാണ്. സ്ത്രീകളുടെ വികല ചിത്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച് ഗ്രൂപ്പുകൾ പണം നേടുന്നു. വീടിനുള്ളിലെ സ്വകാര്യതയിൽ നിന്നും ചിത്രങ്ങൾ ടെലിഗ്രാമിലെത്തുന്നുണ്ട്. പണം വാങ്ങി ചിത്രങ്ങൾ വിൽക്കുന്നവരിൽ കൗമാരക്കാരുമുണ്ടെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തുന്നതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. രാജ്യത്തിന്റെ ഭാവിയിൽ ആശങ്കയുണ്ടെന്നും തെരുവിൽ കണ്ട യുവാക്കളുടെ ശക്തിയെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുമാനിക്കണമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നിങ്ങളെ ബഹുമാനമില്ലാത്തവരെന്ന് മുദ്രകുത്തുന്നവരെ നിങ്ങൾ എന്ത് വിളിക്കുമെന്ന് എന്നോട് സംസാരിച്ച പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഇഡിയറ്റ് എന്ന് അവൾ മറുപടി നൽകിയെന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വിശദമാക്കി. മുതിർന്ന മാവോയിസ്റ്റ് നേതാവ് മിസിർ ബെസ്ര അറസ്റ്റിൽ. ചൊവ്വാഴ്ച വൈകിട്ട് ജാർഖണ്ഡിലെ ധൻബാദിൽ നിന്നാണ് ബെസ്രയെ പിടികൂടിയത്. ഇയാൾക്കൊപ്പം മാവോയിസ്റ്റുകളുടെ മൊച്ചു, സൗരവ് എന്ന ഗൗരവ് എന്നിവരും പിടിയിലായിട്ടുണ്ട്. ദില്ലിയിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം തുടരുന്നു. CPM ഓഫീസിലെ പോലീസ് നടപടിയും ഐഷി ഘോഷിനെതിരായ നീക്കവും ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഉന്നയിച്ചതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. ഇതേ തുടർന്ന് ഇരുസഭകളും നിർത്തിവെച്ചു. സർക്കാർ ബസ്സുകളിൽ പെരുമാറ്റച്ചട്ടവുമായി തമിഴ്നാട്. യാത്ര കൂടുതൽ സുഖകരവും സമാധാനപരവുമാക്കുന്നതിനായാണ് നീക്കം. യാത്രക്കാർ ഫോണുകൾ സ്പീക്കർ മോഡിൽ ഉപയോഗിക്കുന്നതും ഉച്ചത്തിൽ പാട്ടോ വീഡിയോയോ പ്ലേ ചെയ്യുന്നതും ഒഴിവാക്കണമെന്ന് തമിഴ്നാട് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിലൊന്നാണ്. DRDOയിൽ നിന്ന് ഡേറ്റ ചോർച്ചയുണ്ടായെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. പുറത്തുവന്നത് തെളിവിന്റെ പിൻബലമില്ലാത്ത റിപ്പോർട്ടുകളാണെന്നും ഇപ്പോൾ സൈബർ ആക്രമണം നടന്നിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. ജൻസിക്ക് പിന്നാലെ ജെൻ ആൽഫയുടെ സമരവിജയം. ഉത്തർപ്രദേശിലെ ഫത്തേപൂരിലാണ് സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. സ്കൂൾ വളപ്പിൽ 5 മണിക്കൂർ നീണ്ട സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരദൃശ്യങ്ങൾ വൈറലായതോടെ ജില്ലാ വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ നേരിട്ടെത്തി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് രേഖാമൂലം അറിയിച്ചു. SFI നേതാവ് ഐഷി ഘോഷിന് എതിരായ ദില്ലി പോലീസ് നടപടി വീണ്ടും. ഇന്നലെ രാത്രി വൈകിയും മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ AKG ഭവന് സമീപം ഐഷിയെ തിരഞ്ഞെത്തി. നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് CPM. പാർട്ടി ആസ്ഥാനത്ത് കയറിയുള്ള നടപടി ഇടത് നേതാക്കൾ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും MP-മാർ വ്യക്തമാക്കി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അമേരിക്കൻ പ്രഥമ വനിത മെലാനിയ ട്രംപിനെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പുമായി ബന്ധമുള്ള ഇറാനിലെ തസ്നീം ന്യൂസ് ഏജൻസി. മെലാനിയയുടെ ഫാഷൻ ഭ്രമം മുതലെടുത്ത് ആക്രമണം നടത്താമെന്നും വിഷവാതകം കലർത്തണമെന്നും വീഡിയോയിൽ പറയുന്നു. മകൻ ബാരൺ ട്രംപിനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയും സൗദി അറേബ്യയും സംയുക്തമായി ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇറാൻ പിന്തുണയുള്ള സായുധ സഖ്യമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ 10 അംഗങ്ങൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ജപ്പാനിൽ ഭൂചലനത്തിൽ 13 പേർ മരിച്ചതായി സ്ഥിരീകരണം. കുമാമോട്ടോ നഗരത്തിലെ ഷോപ്പിംഗ് സെന്റർ തകർന്ന് നിരവധി പേർ
കുടുങ്ങി. 50-ലധികം പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട്. നിരവധി വീടുകളും പാലങ്ങളും തകർന്നു. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൊടും ചൂട് രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് 100% താരിഫ് ഭീഷണി ഉയർത്തുന്ന ബില്ലിൽ വോട്ട് ചെയ്ത US സെനറ്റർമാർക്ക് നന്ദി അറിയിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. US-ൽ സന്ദർശനം നടത്തുന്ന സെലൻസ്കി US ക്യാപിറ്റോളിലെത്തി സെനറ്റ് ഗാലറിയിലിരുന്ന് ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നേരിട്ട് വീക്ഷിക്കുകയും ചെയ്തു. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും. അന്തരിച്ച US സെനറ്റർ ലിൻസി ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി വാഷിംഗ്ടണിലെത്തിയ ഇരു നേതാക്കളും വെവ്വേറെയാണ് വൈറ്റ് ഹൌസിലെത്തി ട്രംപുമായി ചർച്ചകൾ നടത്തിയത്. ഈ കൂടിക്കാഴ്ചകൾ വളരെ പോസിറ്റീവും ഫലപ്രദവുമായിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലിവിറ്റ് അറിയിച്ചു. പാക് അധീന കാശ്മീരിലെ നരനായാട്ടിനെ ന്യായീകരിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. പാക് അധീന കാശ്മീരിലെ പ്രതിഷേധക്കാർ ഇന്ത്യയെപ്പോലെ തന്നെ ശത്രുക്കളാണെന്നായിരുന്നു ഖ്വാജ ആസിഫിന്റെ ന്യായീകരണം. പ്രതിഷേധക്കാരുമായി ഇനിയൊരു ചർച്ചയില്ലെന്നും ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണമെന്ന് റിപ്പോർട്ട്. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ചൊവ്വാഴ്ചയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് ആരോപിച്ചു. ദക്ഷിണ കൊറിയയിലെ US സൈനിക താവളത്തിൽ രാസചോർച്ച. തലസ്ഥാനമായ സിയോളിന് സമീപത്തെ പ്യാങ്ടേക്കിലെ US വ്യോമതാവളത്തിലാണ് രാസവസ്തുവായ വൈറ്റ് ഫോസ്ഫറസ് ചോർന്നത്. ഇതോടെ സമീപത്ത് താമസിക്കുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്ര നടത്തി ഓസ്ട്രേലിയയിലെ ക്വാണ്ടാസ് കമ്പനിയുടെ വിമാനം. പ്രത്യേകമായി മാറ്റങ്ങൾ വരുത്തിയ എയർബസ് A350 24 മണിക്കൂർ തുടർച്ചയായി പറന്ന് ചരിത്രം കുറിച്ചത്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് ഫ്രാൻസിലെ ടുളൂസിലേക്കായിരുന്നു യാത്ര. ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസ് എന്ന പേരിൽ പുതിയ ഉപകമ്പനി രൂപീകരിക്കാൻ ഫിഫയുടെ നീക്കം. ലോകകപ്പിന്റെ പ്രക്ഷേപണ അവകാശം, സ്പോൺസർഷിപ്പ്, ടിക്കറ്റിംഗ്, ലൈസൻസിംഗ് തുടങ്ങിയ എല്ലാ വാണിജ്യ കാര്യങ്ങളും ഈ കമ്പനിയാകും നിയന്ത്രിക്കുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.